ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെർട്ടിക്കൽ വെജിറ്റബിൾ കൾട്ടിവേഷനെ കുറിച്ചാണ്. വയലാർ ഫാം ക്ലബ്ബ് വഴി കൃഷിഭവനിൽ നിന്നും സൗജന്യമായി കിട്ടിയ പയറിന്റെ വിത്താണിത്. ഹൈബ്രിഡ് ലോങ് ബീൻ ഇനത്തിൽപ്പെട്ടതാണിത്. ഞങ്ങൾ പാകിയ വിത്തുകളെല്ലാം കിളുത്തു. നല്ല നീളമുള്ള അച്ചിങ്ങയാണ് കിട്ടുന്നത്, കണ്ടില്ലേ? ഒന്നരാടം ഞങ്ങൾ പറിക്കാറുണ്ട്. ചാണകപ്പൊടിയും മീൻ കുളത്തിലെ പായലും മറ്റും വളമായി ഉപയോഗിക്കുന്നു. ഇത് വെർട്ടിക്കൽ രീതിയിലാണ് പടർത്തിയിരിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ? 4 മെറ്റൽ പൈപ്പ് 3 മീറ്റർ ഉയരത്തിൽ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് നാട്ടി. അത് 2 സെക്ഷനായിട്ട്. മുകളിൽ 1 മീറ്റർ അയൺ റോഡും കൊടുത്തിട്ടുണ്ട്, വലകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ. മിഷറിന്റെ 2 കൂട് അതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മിഷർ കൂട് കണ്ടാൽ എന്താ ചെയ്യുക? അത് നശിപ്പിച്ച് കളയാണ് ചെയ്യുക, അല്ലേ? പക്ഷെ എന്നാൽ അതിനെ നശിപ്പിക്കരുത്. അത് പയർ ചെടിയിൽ വരുന്ന കീടങ്ങളെയൊക്കെ അത് തിന്ന് നശിപ്പിക്കുന്നു. നമ്മൾ പയർ പറിക്കുമ്പോൾ ഇവരുടെ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ നിങ്ങൾ? പയർ ചെടിയും പയറും കണ്ടോ എന്തോ നല്ല നീളമില്ലേ? ഇതുപോലെ വെറൈറ്റി വീഡിയോയുമായി വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? നല്ല ഒരു വെജിറ്റബിൾ തോട്ടമല്ലേ ഇത്? ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമുക്ക് പല പയർ ഇങ്ങനെ പടർന്നു കയറുന്ന എല്ലാ വർഗത്തിൽപ്പെട്ട ചെടികളും നമുക്ക് ഇങ്ങനെ പടർത്തി കയറ്റാൻ പറ്റും. വെർട്ടിക്കലായിട്ട് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് വിളവെടുക്കാനും സുഖമാണ്. കണ്ടോ? ഇതൊരു സെക്ഷൻ. അടുത്ത സെക്ഷനാണ് അപ്പുറത്തുള്ളത്. കണ്ടോ? നല്ല ഇനത്തിൽപ്പെട്ട വിത്തായത് കാരണമാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് അത് കിളുത്ത് ഇങ്ങനെ നല്ല ഇനം പയറുകൾ നമുക്ക് തരുന്നത്. കണ്ടോ? പൈപ്പ് കണ്ടോ? പൈപ്പ് അതിനുള്ളിൽ ഞങ്ങൾ വലയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല ഈ മെറ്റൽ പൈപ്പ് തമ്മിൽ ഘടിപ്പിച്ച് വല തൂക്കിയിട്ടിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് തന്നെയാണ് വല തൂക്കിയിട്ടിരിക്കുന്നത്. അതിലേക്കാണ് അത് പടർന്നു കയറുന്നത്. കണ്ടോ? രണ്ടാമത്തെ സെക്ഷനാണിത്. കണ്ടോ പയറിന്റെ നീട്ടം? കണ്ടോ നിങ്ങൾ? ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ചു, ബാക്കിയാണ് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്നരാടം ഞങ്ങൾ പറിക്കാറുണ്ട്. നമ്മൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് കഴിക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ? കാണുന്നില്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കുവാനായിട്ട്. ഓക്കേ, ബൈ.